ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഷഹീല സെമ. ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ഈദ് കളക്ഷൻസുമായിട്ടാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ടീനേജൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന പ്ലെയിൻ ഫാബ്രിക്കാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ഓർഗൻസ ഫാബ്രിക്കും കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നെറ്റ് ഫാബ്രിക്കും. രണ്ടിൻ്റെയും പ്ലെയിൻ ആണെന്ന് കാണിക്കുന്നത്. അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ പറയാം. അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം ജില്ലയിലുള്ള ആലുവ കീഴ്മാടാണ്. കീഴ്മാട് പഞ്ചായത്ത് ജംഗ്ഷനിൽ റോയൽ ബേക്കറിയുടെ അടുത്തായിട്ടാണ് കേട്ടോ ഷോപ്പ് സ്ഥിതി ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇന്നത്തെ കളക്ഷൻസിലേക്ക് പോകുന്നതിന് മുന്നേ പറയട്ടെ, നമുക്ക് കുറച്ച് ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതായത് നിങ്ങൾ എടുക്കേണ്ട മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 2 മീറ്റർ ആണെങ്കിലും നിങ്ങൾക്ക് ബൾക്കായിട്ട്, അതായത് നിങ്ങൾക്ക് 10 മീറ്റർ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള ഏത് മെറ്റീരിയൽസിൽ നിന്നും കൂടെ ടോട്ടൽ ക്വാണ്ടിറ്റി 10 മീറ്റർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നേരെ നമ്മുടെ പ്രൈസ് ഹോൾസെയിൽ റേറ്റിലേക്ക് മാറുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന റേറ്റ് റീറ്റെയിൽ റേറ്റ് ആയിരിക്കും ഓരോ ഐറ്റത്തിൻ്റെയും. പക്ഷേ ഇങ്ങനെ ബൾക്കായിട്ട് 10 മീറ്റർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ റേറ്റിൽ നിന്ന് കുറവ് കിട്ടും. അതായത് നേരെ ഹോൾസെയിൽ പ്രൈസിൽ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇന്നത്തെ കളക്ഷൻസിലേക്ക് പോകാം. അപ്പോൾ അതേ ഫസ്റ്റ് വൺ നമ്മൾ കാണാൻ പോകുന്നത് ഓർഗൻസ ഫാബ്രിക് ആണ് കേട്ടോ. പ്ലെയിൻ ഓർഗൻസ മെറ്റീരിയൽ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതേ കണ്ടോ, നല്ലൊരു ഗ്ലേസിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ള ഫാബ്രിക് ആണ് കേട്ടോ. അപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നമ്മുടെ കൈയൊക്കെ ഇപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടും ബോഡി വിത്ത് ലൈനിങ് ആയിട്ടും ഒക്കെയാണ് ഇപ്പോൾ ചെയ്ത് വരുന്നത് കേട്ടോ ഈ ഒരു ഫാബ്രിക്. ഇതിൻ്റെ വിട്ട് 44 ഇഞ്ചാണ്. മീറ്റർ പ്രൈസ് വരുന്നത് 80 രൂപയാണ് കേട്ടോ. 80 റുപ്പീസാണ് പെർ മീറ്ററിന് വരിക. അപ്പോൾ ദേ ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. 44 ഇഞ്ചിൽ വരുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള പ്ലെയിൻ ഫാബ്രിക് ആണ് കേട്ടോ ഈ ഓർഗൻസ ഫാബ്രിക് എന്ന് പറയുന്നത്. വായിച്ചു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഇപ്പം ഇങ്ങനെ വിട്ടുപോകും കേട്ടോ. ചെറിയ ഗ്ലേസിങ് ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ തെന്നി പോകും ഈ ഒരു ഫാബ്രിക്. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഓർഗൻസ എന്ന് പറയുന്നത്. നിഴലടിപ്പ് ഉണ്ടാവും കേട്ടോ, കണ്ണാടി പോലെ നല്ല നിഴലടിപ്പുള്ള ഫാബ്രിക്കാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ താഴെയായിട്ട് ക്രേപ്പ് ലൈനിങ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. സ്ലീവിൽ വേണമെന്നുള്ളവർക്ക് മാത്രം ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പഫ് സ്ലീവൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഷർട്ട് മോഡലിൽ വരുന്ന പഫ് സ്ലീവൊക്കെ വെച്ചിട്ടുള്ള മോഡലൊക്കെ ചെയ്യാനായിട്ടും ഒക്കെ നല്ല സ്യൂട്ടായിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ ഈ ഓർഗൻസ എന്ന് പറയുന്നത്. കണ്ടോ, ഇത് വീഡിയോയിൽ എങ്ങനെ അറിയുന്നുണ്ടെന്ന് അറിയില്ല, കുറച്ച് ഗ്ലേസിങ് ഉണ്ട് കേട്ടോ ഈ ഒരു ഫാബ്രിക്കിന്. അതുകൊണ്ട് തന്നെ ലൈനിങ്ങും കൂടെ വന്നു കഴിയുമ്പോൾ നല്ലൊരു ഷൈനിങ് തോന്നും കേട്ടോ ഈ ഒരു ഫാബ്രിക്കിന്. ഈ ഒരു കളർ വന്നിട്ടുള്ളത് ലൈറ്റ് കോറൽ ഷെയ്ഡാണ് കേട്ടോ. പേസ്റ്റൽ കളറാണ്, നല്ലൊരു ലൈറ്റ് കോറൽ ഷെയ്ഡാണ്. ഫസ്റ്റ് വൺ ഞാനിവിടെ ഇതേ ഓപ്പൺ ആക്കി ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നല്ല അടിപൊളി ഷെയ്ഡുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായിട്ടൊന്ന് കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് വൈൻ കളറാണ് കേട്ടോ. നമ്മുടെ ഡാർക്ക് മെറൂണും വൈൻ കളറും കൂടെ മിക്സ് ചെയ്തുമ്പോൾ വരുന്ന ഒരു ഡാർക്ക്നെസ് ഇല്ലേ, ആ ഒരു ഡാർക്ക്, നല്ല ഡാർക്ക് ആയിട്ടുള്ള വൈൻ കളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല 44 ഇഞ്ചിൽ വരുന്ന നല്ല ഓർഗൻസ മെറ്റീരിയൽ കേട്ടോ. 80 രൂപയാണ് മീറ്റർ പ്രൈസ്. എല്ലാം തന്നെ ഓർഗൻസ 80 രൂപയുടെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നെറ്റ് ഫാബ്രിക്കും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് ഒക്കെ പറയാം. അപ്പോൾ ഈ കളർ കണ്ടല്ലോ, നല്ലൊരു വൈൻ കളർ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വൺ കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളതും നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ്. നല്ലൊരു അക്വാ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ ഒരു മെറ്റീരിയലൊക്കെ ചെറിയ നെക്കിലൊക്കെ വർക്കൊക്കെ ചെയ്ത് സാധാ സ്ലിറ്റുള്ള ടോപ്പ് വേണമെങ്കിൽ അങ്ങനെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതെല്ലാം നിങ്ങൾക്ക് എലൈൻ പാറ്റേൺ ഒക്കെ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനും നല്ല സൂപ്പറായിരിക്കും കേട്ടോ. പിള്ളേർക്കൊക്കെ ആണെങ്കിലും നല്ല സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഇങ്ങനെ വിടർന്നിരുന്നോളൂ കേട്ടോ. അധികം ഒരുപാട് മെറ്റീരിയൽ ഇട്ടിട്ടല്ലേ നമ്മൾ ജോർജറ്റൊക്കെ ചെയ്യുമ്പോൾ നല്ല ഫ്ലെയർ കിട്ടും. ഇത് നോർമൽ ഫ്ലെയറിൽ കൊടുത്താൽ തന്നെ നല്ല അത്യാവശ്യം നല്ല പൊങ്ങി നിന്നോളൂ കേട്ടോ ഈ ഒരു ഫാബ്രിക്. പിന്നെ ഈ മെറ്റീരിയൽ ഇപ്പോൾ സാരി ആയിട്ടും എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. 44 ഇഞ്ചിൽ വരുന്നത് കൊണ്ട് തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലെയിൻ സാരി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ വർക്കുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇടാനും ഒക്കെ നല്ലൊരു ഫാബ്രിക്കാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു അക്വാ ബ്ലൂ ആണ്. അപ്പോൾ നെക്സ്റ്റ് വൺ കാണാം. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു അട്രാക്ഷനുള്ള റെഡ് കളറാണ് കേട്ടോ. നല്ല റെഡാണ് വന്നിട്ടുള്ളത്. അതേ കണ്ടോ, നല്ല എടുപ്പുണ്ട് കേട്ടോ. നല്ല ഓറഞ്ച് കൂടിയ റെഡ് എന്നൊക്കെ പറയില്ല, അതുപോലെ നല്ല ഡാർക്ക് ആയിട്ടുള്ള റെഡ് കളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്ലേസിക്ക് വരുമ്പോൾ ഈ റെഡിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. സാധാരണ റെഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഡാർക്ക് അല്ലേ എന്ന് വിചാരിക്കേണ്ട. ഈ ഗ്ലേസിങ് വന്നപ്പോൾ തന്നെ നല്ല ലൈനിങ്ങും ഒക്കെ വരുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഷെയ്ഡ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് എടുക്കാം. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നേവി ബ്ലൂ എന്ന് പറയുമ്പോൾ ഈ ഗ്ലേസിങ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ്. ഭയങ്കര ഇങ്ങനെ ഇരുണ്ട ഷെയ്ഡല്ല വന്നിട്ടുള്ളത്, കുറച്ച് ബ്രൈറ്റ്നെസ് ഉള്ള നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വൺ കാണാം. അടുത്തത് നല്ലൊരു മൾബറി ഷെയ്ഡാണ് കേട്ടോ. അതും നല്ലൊരു അട്രാക്ഷനുള്ള കളറാണ് അല്ലേ. നമ്മുടെ വൈനോട് കുറച്ച് സാദൃശ്യമുള്ള കളറാണ് മൾബറി എന്ന് പറയുന്നത്.
ആ ഒരു ഷെയ്ഡാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 80 രൂപയാണ്. മീറ്റർ പ്രൈസ് 44 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വൺ കാണാം. നെക്സ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. നമ്മുടെ പേസ്റ്റൽ കളർ വരുന്ന പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതേ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതിൻ്റെ ലൈനിങ്ങും കൂടെ ഒരു എന്ത് ഭംഗിയായിരിക്കും അറിയാമോ. ഫുള്ളായിട്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഗൗൺ പോലത്തെ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ ഈ ഒരു കളറൊക്കെ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു ഷെയ്ഡൊക്കെ കാണാനായിട്ട്. അപ്പോൾ ലൈറ്റ് ഷെയ്ഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു കളറാണ് ഇത് കേട്ടോ. ഈ ഗ്ലേസിങ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയാണ് ഇത് പ്ലെയിൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്താൽ. അപ്പോൾ നമുക്കിനി അടുത്തത് നോക്കാം. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈസ്റ്ററിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കളറാണ്. അതുപോലെ തന്നെ പെരുന്നാളിനൊക്കെ ആണെങ്കിലും ഫുള്ളായിട്ട് ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് സ്റ്റോളൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു കളറാണ്. നല്ലൊരു ഓഫ് വൈറ്റ്. ഇപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണല്ലോ ഓഫ് വൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ഷെയ്ഡ് ഒന്ന് കാണാം. അടുത്ത നമുക്കൊക്കെ എപ്പോഴും വേണ്ട ഒരു കളറല്ലേ നമ്മുടെ ബ്ലാക്ക് ഷെയ്ഡ്. ബ്ലാക്കിൽ ഗ്ലേസിങ് വന്നപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ലൊരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇട്ടുമ്പോൾ ഇങ്ങനെ നടക്കുമ്പോഴാണെങ്കിലും നല്ലൊരു തിളക്കുണ്ടാവും കേട്ടോ ഈ ഒരു ഫാബ്രിക്കിന്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് സെയിം തന്നെ 80 രൂപയാണ് മീറ്റർ പ്രൈസ് വരിക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഷെയ്ഡ് കാണാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ. ലൈറ്റ് പിങ്ക് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓർഗൻസയിൽ നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു കളറാണ് അല്ലേ. നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. നല്ല അട്രാക്ഷനുള്ള ഒരു ഷെയ്ഡാണ് ഈ ഒരു പിങ്ക്. നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കേർട്ടും ബ്ലൗസും അല്ലെങ്കിൽ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ നല്ലൊരു ഫാബ്രിക്കാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഇത് ഷോളായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയതാണ്. 44 ഇഞ്ചേ വരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഷോളായിട്ട് വേണമെങ്കിലും ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കളർ കാണാം. അപ്പോൾ നമ്മുടെ ഓർഗൻസ ഫാബ്രിക്കിൽ ലാസ്റ്റ് വൺ ആണ് കാണിക്കുന്നത്. ലൈറ്റ് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ. ഇതും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ലൊരു ഷെയ്ഡാണ് അല്ലേ. പേസ്റ്റൽ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടോ നല്ലൊരു ഗ്ലേസിങ് ഒക്കെ നിങ്ങൾക്ക് ലൈനിങ് വെക്കുമ്പോഴേ കറക്റ്റ് ഗ്ലേസിങ് ഒക്കെ എടുത്തറിയുള്ളൂ കേട്ടോ. ഇപ്പം ഇങ്ങനെ ഒന്നിച്ച് ഈ ഒരു ഫാബ്രിക് തന്നെ ഇരിക്കുമ്പോൾ അത്രയും അറിയണമെന്നില്ല. ക്യാമറയിലും ചിലപ്പോൾ അത്രയും അടുത്തില്ല. പക്ഷേ ചെറിയ ഗ്ലേസിങ് ഉള്ള ഫാബ്രിക്കാണ് ഈ ഓർഗൻസ എന്ന് പറയുന്നത്. അപ്പോൾ മീറ്റർ പ്രൈസും കാര്യങ്ങളും ഒക്കെ മനസ്സിലായല്ലോ. 80 രൂപയാണ് മീറ്റർ പ്രൈസ്. 44 ഇഞ്ച് വിഡ്ത്തിലാണ് കേട്ടോ എല്ലാം തന്നെ വന്നിട്ടുള്ളത്. എല്ലാം നല്ല സൂപ്പറായിട്ടുള്ള കളറുകളല്ലായിരുന്നു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് നമ്മുടെ നെറ്റ് ഫാബ്രിക്കിലേക്ക് പോകാം. അപ്പോൾ അതേ നമ്മുടെ നെറ്റ് ഫാബ്രിക്കിൽ ഫസ്റ്റ് കളർ വന്നിട്ടുള്ളത് റെഡിഷ് മെറൂൺ ആണ് കേട്ടോ. അപ്പോൾ ഈ നെറ്റ് ഫാബ്രിക്ക് ഭയങ്കര ഇങ്ങനെ മൊച്ചിലുള്ള ടൈപ്പ് അല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് ഫാബ്രിക് തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബേബീസിനൊക്കെ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ പറ്റിയൊരു ഫാബ്രിക്കാണ്. കൂടാതെ നമുക്ക് സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാനും ഷോളായിട്ട് യൂസ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു ഫാബ്രിക്കാണ് കേട്ടോ ഈ നെറ്റ് ഫാബ്രിക് എന്ന് പറയുന്നത്. അപ്പോൾ റേറ്റും കുറവാണ്. 40 രൂപയെ പെർ മീറ്ററിന് വരുന്നുള്ളൂ. 44 ഇഞ്ചാണ് ഇതിൻ്റെ വിട്ടും കാര്യങ്ങളും ഒക്കെ വരിക കേട്ടോ. നല്ലൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ബേബീസിനൊക്കെ പല ഷെയ്ഡുകളിൽ നിന്നൊക്കെ നിങ്ങൾ മിക്സ് ചെയ്തൊക്കെ എടുക്കുവാണെങ്കിൽ മിക്സഡ് കളറിലുള്ള നല്ല ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ ഈ നെറ്റ് ഫാബ്രിക് വരുന്നത്. അപ്പോൾ ഡിസൈൻ ചെയ്യാൻ അറിയാവുന്നവർക്ക് പറ്റിയ ഒരു ഫാബ്രിക്കാണ് നെറ്റ് ഫാബ്രിക്. അധികം റേറ്റും വരുന്നില്ല. എന്നാൽ നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല തിക്കായിട്ടുള്ള സ്കേർട്ടൊക്കെ ആണെങ്കിൽ കുഞ്ഞ് സ്കേർട്ടൊക്കെ നല്ല തിക്കായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മേത്ത് കൊത്തിക്കൊള്ളുമ്പോൾ ഇങ്ങനെ ഇതാവുന്ന ടൈപ്പ് നെറ്റ് അല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ നെക്സ്റ്റ് കളേഴ്സ് ഏതൊക്കെയാണ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നെറ്റിൽ തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ നെറ്റ് ഫാബ്രിക് എല്ലാം തന്നെ 40 റുപ്പീസേ വരുന്നുള്ളൂ കേട്ടോ പെർ മീറ്ററിന്. അപ്പോൾ ഇത് നെറ്റ് ഒന്ന് സിംഗിൾ പീസായിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ട്രാൻസ്പെറൻ്റ് ആണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് ലൈനിങ് ഇട്ടിട്ടല്ലേ യൂസ് ചെയ്യാറ് ഈ ഒരു ഫാബ്രിക്. ഇത് ഞാൻ പറഞ്ഞില്ലേ സോഫ്റ്റ് ആണെന്ന് പറഞ്ഞില്ലേ, ഇതിങ്ങനെ പിടിക്കുമ്പോൾ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് ഫാബ്രിക് തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. 44 ഇഞ്ച് വിട്ട് 40 റുപ്പീസ് കേട്ടോ പെർ മീറ്ററിന്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോവാം. ഇത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും വേറെ വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോന്നായിട്ടൊന്ന് കാണാം. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഇതും സെയിം തന്നെ നെറ്റ് ഇനി എടുത്തെടുത്ത് പറയുന്നില്ല, ഓരോന്നും നെറ്റ് ഫാബ്രിക് തന്നെയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർഗൻസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു കേട്ടോ. ഇപ്പം നെറ്റ് ഫാബ്രിക് ആണ്. ഇതിൽ പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ സ്കേർട്ടൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ. എന്നിട്ട് ബ്ലാക്ക് കളറിലൊക്കെ ചെറിയ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് സ്കേർട്ട് ഇങ്ങനത്തെ പ്ലെയിൻ ആയിട്ടുള്ള നെറ്റ് ഫാബ്രിക് വെച്ചിട്ടൊക്കെ ചെയ്ത് നോക്കൂ, നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം നമുക്കിനി നെക്സ്റ്റ് വൺ കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു വൈൻ കളറാണ് കേട്ടോ.
നല്ല സൂപ്പറായിട്ടുള്ള ഡാർക്ക് കളറൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു കളറാണ്. നല്ലൊരു ഡാർക്ക് വൈൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അടുത്തത് നല്ലൊരു റെഡാണ് കേട്ടോ. നല്ല തെളിഞ്ഞ റെഡ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഓറഞ്ചിനോട് ഒരു സാമ്യമുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളറാണ് കേട്ടോ. ചിലപ്പോൾ ക്യാമറയിൽ അത്രയും ബ്രൈറ്റ്നെസ് തോന്നുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഡാർക്ക് ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നമുക്കിനി അടുത്ത ഷെയ്ഡ് നോക്കാം. അടുത്തത് നല്ലൊരു പീകോക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ്. അപ്പം നമ്മുടെ ബ്ലാക്ക് ഷെയ്ഡിലും വന്നിട്ടുണ്ട് കേട്ടോ. നെറ്റ് നല്ല സൂപ്പർ ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള കളറാണ് അല്ലേ. ബ്ലാക്കിലും വന്നിട്ടുണ്ട് കേട്ടോ നെറ്റ്. അപ്പം നമുക്കിനി നെക്സ്റ്റ് വൺ കാണാം. അടുത്തത് വന്നിട്ടുള്ളത് നല്ലൊരു ഒനിയൻ കളറാണ് കേട്ടോ. ഇതേ കണ്ടോ, ഒനിയനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല സൂപ്പറായിട്ടുള്ള കളറാണ് അല്ലേ. നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പം എല്ലാവരും എടുക്കുന്ന ഒരു കളറിൽ പെട്ടതാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡൊക്കെ. നമുക്കിനി ലാസ്റ്റ് വൺ ഏതാന്ന് നോക്കാം. അപ്പോൾ ഇതേ ലാസ്റ്റ് വൺ ആണ് കാണിക്കുന്നത്. കുറച്ച് ഡീപ്പായിട്ടുള്ള നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ നെറ്റ് ഫാബ്രിക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് ഓർഗൻസ ഫാബ്രിക്കും കണ്ടു, നെറ്റും കണ്ടു കേട്ടോ. രണ്ടും പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക്കുകളാണ് കണ്ടത്. ഓർഗൻസയുടെ റേറ്റ് വന്നിട്ടുള്ളത് 80 രൂപയായിരുന്നു. നെറ്റ് ഫാബ്രിക്കിൻ്റെത് 40 രൂപയാണ് കേട്ടോ. രണ്ടിൻ്റെയും വിട്ട് സെയിം തന്നെ 44 ഇഞ്ച് വിട്ടിലാണ് വരുന്നത്. അപ്പോൾ രണ്ടും നല്ല സൂപ്പറായിട്ടുള്ള മെറ്റീരിയലായിരുന്നു. ഇപ്പം പെരുന്നാളൊക്കെ വരികയാണ്. ആവശ്യമുള്ളവരൊക്കെ വേഗം നമ്മുടെ വാട്സപ്പ് ത്രൂവോ അല്ലെങ്കിൽ സൈറ്റിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. സൈറ്റ് ത്രൂവോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുക്കാൻ, അതായത് 10 മീറ്റർ എടുക്കുകയാണെങ്കിൽ നേരെ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ അതേ സൈറ്റിൽ കയറി നോക്കിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള ഫാബ്രിക് നോക്കിയിട്ട് നിങ്ങൾ അതനുസരിച്ച് ഓർഡർ തന്നോ. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി 10 മീറ്റർ വന്നു കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൽ നിന്ന് ടോട്ടൽ ക്വാണ്ടിറ്റി 10 മീറ്റർ വരുവാണെങ്കിൽ നേരെ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസുമായി ഞാൻ വീണ്ടും വരും. ഓക്കെ, ബൈ.